ഈ സിനിമയിൽ ബ്രേക്കപ്പിന് കാരണം അണ്ണൻ IAS എഴുതിയിട്ട് 6 മാർക്ക് കമ്മിയുടെ IPS കിട്ടി, നായിക ബ്രേക്കപ്പ് ചെയ്തു പോയി. വളരെ നല്ലൊരു കാര്യം. ആൻഡ് അതിലും വലിയ കോമാളിയാണ് ഈ സിനിമയിലെ നായകൻ. IPS കിട്ടിയപ്പോ അവള് പോയല്ലോ പറഞ്ഞിട്ട് IAS എഴുതിയെടുക്കണം. പിന്നെ പാട്ടൊക്കെ ഉണ്ട്, റാ മച്ചാ മച്ചാ റാ റാ മച്ചാ മച്ചാ റാ പാട്ടൊക്കെ ഉണ്ട്. അയാം അൺപ്രഡിക്റ്റബിൾ പറഞ്ഞ സാധനം ഉണ്ട്. ശങ്കര അണ്ണന്റെ ഗെയിം ചേഞ്ചർ. സോ ഒരു കാലത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് ബ്രഹ്മാണ്ഡം എന്താണെന്ന് കാണിച്ചെന്ന മുതലാണ് ഇപ്പോഴും 2013 തെങ്ങിന്റെ മുകളിൽ നിൽക്കുകയാണ്. കൂടെ നമ്മുടെ ജയറാമേട്ടനും ഉണ്ട് കേട്ടോ. അപ്ഡേഷൻ പറയുന്ന സാധനം 0 എന്ന് വേണമെങ്കിൽ പറയാം. എഗെയിൻ ശങ്കരൻ ഓൺ ദ കോക്കനട്ട് ട്രീ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ ഗെയിം ചേഞ്ചർ സിനിമ എങ്ങനെയുണ്ടെന്ന് ഈ ആദ്യത്തെ ഒരു ഇൻട്രോ ഉണ്ട് രാംചരന്റെ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പടത്തിന്റെ നിലവാരം എങ്ങനെയാണെന്ന്. ഒരു റെയിൽ പാളത്തിൽ കുറെ എണ്ണത്തിനെ കെട്ടിയിട്ടുണ്ടാവും. നമ്മുടെ അണ്ണൻ എങ്ങനെ വന്ന് രക്ഷിക്കുമെന്ന് അറിയും. ഒരു ലുങ്കി മനിനൊക്കെ ഇട്ട് ഒരു ഹെലികോപ്റ്റർ വന്ന ഹെലികോപ്റ്ററിന് തൂങ്ങി ഇറങ്ങി ഒരു വാളെടുത്ത് വെട്ടിയിട്ടൊക്കെ പോയിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ സിനിമയുടെ നിലവാരം എന്താണ്. അത് മാത്രമല്ല കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ആരെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യം തുപ്പ് തുപ്പ് പറയാൻ വേണ്ടി പറഞ്ഞു നടക്കുന്ന ഒരു നായിക, കോമാളിത്തരത്തിന്റെ എപ്പിട്ടോം കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ജയറാമേട്ടൻ. അതേപോലെ തന്നെ വേറൊരു ക്യാരക്ടർ ഉണ്ട്. ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല, ഇങ്ങനെ നിന്ന് സംസാരിക്കുള്ളൂ. ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് എന്താ വ്യത്യാസം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സോ ഇതെന്നൊക്കെ മനസ്സിലാക്കാൻ ശങ്കർ എത്രത്തോളം താഴെയാണ് കിടക്കുന്നത്, അങ്ങനെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി ഉണ്ട് ഈ സിനിമയിൽ. അഞ്ജലിയാണെന്ന് വെച്ചാൽ ആരെയും മുഖത്ത് നോക്കില്ല. ഇപ്പൊ സ്വന്തം മകനാണ് അടുത്ത് വന്നത് പോലെ അഞ്ജലിക്ക് അറിയില്ല, കാരണം അഞ്ജലി മുഖത്ത് നോക്കില്ല. നവീൻ ചന്ദ്രയാണ് ഈ സിനിമയിൽ ഒരു വില്ലൻ. യൂഷ്വലി നവീൻ ചന്ദ്രയുടെ സിനിമകൾ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നായകന്റെ തല്ലു കൊള്ളാൻ വേണ്ടിയിട്ട് ഒരു തല്ലുകൊള്ളി, പരസ്പരം ഒരു സീനും വേറൊരു സീനും തമ്മിൽ ഒരു ബന്ധം പോലും ഇല്ല. ഇപ്പൊ രാവിലെയാണെന്ന് വെച്ചാൽ നമ്മുടെ അണ്ണനെ വന്നിട്ട് IPS ഓഫീസറായിട്ട് കാണാം, ഉച്ചയ്ക്കാണെന്ന് വെച്ചാൽ IAS ഓഫീസറായിട്ട് കാണാം, പിന്നെ വൈകിട്ടായി കഴിഞ്ഞാൽ വന്നിട്ട് ഇലക്ട്രൽ ഓഫീസറായിട്ട് കാണാം, രാത്രി മുഖ്യമന്ത്രി ആയിട്ട് കാണാം. ശരിക്കും ഗെയിം ചേഞ്ചർ, ജോബ് ചേഞ്ചർ എന്നായിരുന്നു ഈ സിനിമയ്ക്ക് പേരിടേണ്ടത്. പല സിനിമയിലും ബ്രേക്കപ്പിന് പല കാരണങ്ങളാണ്. എന്നാൽ ഈ സിനിമയിൽ ബ്രേക്കപ്പിന് കാരണം അണ്ണൻ IAS എഴുതിയിട്ട് 6 മാർക്ക് കമ്മിയുടെ IPS കിട്ടി, നായിക ബ്രേക്കപ്പ് ചെയ്തു പോയി. വളരെ നല്ലൊരു കാര്യം. ആൻഡ് അതിലും വലിയ കോമാളിയാണ് ഈ സിനിമയിലെ നായകൻ. IPS കിട്ടിയപ്പോ അവള് പോയല്ലോ പറഞ്ഞിട്ട് IAS എഴുതിയെടുക്കണം. പിന്നെ പാട്ടൊക്കെ ഉണ്ട്, റാ മച്ചാ മച്ചാ റാ റാ മച്ചാ മച്ചാ റാ പാട്ടൊക്കെ ഉണ്ട്. അയാം അൺപ്രഡിക്റ്റബിൾ പറഞ്ഞ സാധനം ഉണ്ട്. സോ 100 കോടി 500 കോടിയൊക്കെ ചെലവിട്ട് ഇങ്ങനെ ഒരു പടം എടുക്കുന്നേക്കാളും ഭേദം ഇല്ലാത്തവന് കൊടുത്തൂടെ എന്നാ എനിക്ക് ചോദിക്കാനുള്ളത്. സോ ആ സമയത്ത് പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കിട്ടും, പലരുടെ ദാരിദ്ര്യം മാറിക്കിട്ടും. എന്നിട്ടോ 100 കോടി കൊടുത്തിട്ട് അവരെ പടം എടുത്തു വെക്കും, പാട്ടെടുത്ത് വെക്കും, എന്നിട്ട് ആ പാട്ട് പടത്തിൽ ഉണ്ടാവില്ല. സോ ശങ്കർ കമ്പയറിംഗ് ടു ഹിസ് ഇന്ത്യൻ ടു ദിസ് ഇസ് ഫാർ ബെറ്റർ എന്ന് പറയാം. സോ യൂഷ്വൽ സാധനം തന്നെയാണ്. ഇപ്പൊ ഇതൊക്കെ വിജയ് ഒക്കെ ചെയ്തിട്ട് വെച്ചാൽ ചിലപ്പോൾ നല്ലൊരു സിനിമയും മാറിയാണ്. കാരണം അങ്ങേരെ ഒരു ഫാൻ ബേസും അങ്ങേരെ ഒരു സ്വാഗും കാരണം ഇത് ചിലപ്പോൾ ഹിറ്റായി ഉണ്ടാവും. ശിവാജി, മുതൽവൻ, എന്തിന് ഇവൻ മെർസലത്തെ കുറച്ച് ഭാഗം വരെ അണ്ണൻ എടുത്തിട്ടുണ്ട്. കാർത്തിക് സുബരാജിന്റെ കഥയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു കാർത്തിക് സുബരാജ് 2003 എഴുതി വെച്ചിട്ടുണ്ടാവും ഈ സ്ക്രിപ്റ്റ്. എന്നിട്ട് അവസാനം എന്ത് ചെയ്യണ്ട, അങ്ങേര് എവിടെയെങ്കിലും വെച്ച് പോയപ്പോ പക്ഷെ തുണിയോ വല്ല സാധനം തപ്പുമ്പോ കിട്ടിയിട്ടുണ്ടാവും. ഇത് നേരെ ശങ്കറിന് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. ശങ്കർ വിചാരിച്ചിട്ടുണ്ടാവും ഇത് 2020 സാധനം തന്നെയാണ് പറഞ്ഞിട്ട് അണ്ണൻ എടുത്ത് അങ്ങോട്ട് പൂശി. സോ നമ്മുടെ ജയറാമേട്ടൻ പക്കാ കോമാളിയായിട്ട് ഈ സിനിമയിലും ഉണ്ട്. എന്തിനാണ് ഇങ്ങനത്തെ പടങ്ങളിൽ ഇങ്ങേര് കയറി അഭിനയിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ SJ സൂര്യ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ മുമ്പത്തെ സഞ്ജയ് ദത്ത്, അതേപോലത്തെ ബോബി ഡിയോൾ, വിജയ് സേതുപതി ഇതേ അവസ്ഥയാണ്. 1-2 പടത്തിലെ കിടിലം വില്ലനായി വന്ന് ഇങ്ങേരെ കൊണ്ട് എല്ലാ പടത്തിലും അങ്ങോട്ട് കാസ്റ്റ് ചെയ്യിപ്പിക്കും. അവസാനം വിജയ് സേതുപതിക്കും സഞ്ജയ് ദത്തിനും പറ്റിയ തന്നെ ഇങ്ങേർക്കും വരാനുള്ളൂ. സോ എനിക്ക് ഒട്ടും മറക്കാവാത്ത ഒരു പടമാണ്. സോ വേണ്ടവരെ കണ്ടു നോക്കുക. എന്തായാലും ഈ ജന്മത്തിൽ ഈ പടം കാണാൻ പറ്റി, അതേ വലിയ ഭാഗ്യം.